ഹലോ ജാലിബ. ഇപ്പൊ ജാലിബയോട് ചോദിക്കാനുള്ള ഇപ്പം പറഞ്ഞു നിർത്തിയതുപോലെ ഇപ്പൊ അധ്യാപകരും ഒപ്പം തന്നെ മാതാപിതാക്കളും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഏത് തരത്തിൽ അധ്യാപകർ ഇടപെടണം എന്നാണ് ജാലിബയുടെ ഒരു അഭിപ്രായം? കാരണം പലപ്പോഴും അധ്യാപകരെ കുട്ടികൾക്ക് പേടിയായിരിക്കും, പല കാര്യങ്ങളും തുറന്നു പറയാനൊക്കെ ഭയങ്കര ഭയമുണ്ടാകുമല്ലോ സ്റ്റുഡൻസിന്. അപ്പൊ ഏത് തരത്തിലൊരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് വേണ്ടത്? ലഹരിയെ നമുക്ക് പൂർണ്ണമായും ഒരിക്കലും തുടച്ചു നീക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെയാണ് അധ്യാപകർ ബിഹേവ് ചെയ്യുന്നത് തന്നെ ചിലവരിൽ കാണപ്പെടുന്നത് അവർ ഭയങ്കര ക്ലോസ് ആയിട്ടെല്ലാം പറയപ്പെടും. അത് അവർക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ലഹരിയെ തുടച്ചു നീക്കാനായിട്ട് എനിക്ക് തോന്നിയ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ, അതുപോലെ അനാഥാലയങ്ങൾ എന്നിങ്ങനെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാസത്തിൽ ഒരു തവണയെങ്കിലും വിദ്യാർത്ഥികളെ അവിടേക്ക് ഇടയ്ക്കൊന്ന് സന്ദർശനത്തിനായിട്ട് കൊണ്ടുപോകണം. അത് ലഹരിയെ നീക്കാൻ വലിയൊരു കാര്യമാണ്. നമ്മൾ തിയറി പഠിക്കുന്നതിനേക്കാളും നല്ലത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണെന്ന് എപ്പോഴും പറയും. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതിലും അത് അറിയുമ്പോഴാണ് നമ്മൾ അവരെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മളിത് ഉപയോഗിക്കേണ്ട, ഇത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുമെന്നും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന കുറെ കഷ്ടപ്പെട്ട് വളർത്തിയ രക്ഷിതാക്കളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നവര് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അവർ നേരിടുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വിഷമമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള രക്ഷിതാക്കളെ നമ്മൾ സമൂഹത്തിൽ നിന്നും കണ്ടെത്തി കൊണ്ടുവന്നിട്ട് അവർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് മാസത്തിൽ ഒരു തവണ എല്ലാ കുട്ടികളെയും നമ്മൾ കേൾപ്പിക്കണം. അവരുടെ അനുഭവങ്ങൾ വഴി നമ്മൾ അതറിയണം. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഇനിയിപ്പോൾ നാളെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഗതി വരരുതെന്ന് നമ്മൾ അപ്പോൾ ആലോചിച്ചു പോകും.